Hi students. ഇന്ന് നിങ്ങൾക്ക് ഞാൻ ടെസ്റ്റ് സെന്റേഴ്സിനെ കുറിച്ചും നമുക്ക് ഓരോ കൺട്രീസിലും എത്ര ടെസ്റ്റ് സെന്റർ ഉണ്ടെന്നും ഓരോ കൺട്രിയിലെ എക്സാമിന്റെ ഫീസ് എത്രയാണെന്നുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മൾക്ക് 117 കൺട്രീസിലായിട്ട് നമുക്ക് 400+ ടെസ്റ്റ് സെന്റേഴ്സ് ഉണ്ട്. ഈ ടെസ്റ്റ് സെന്റേഴ്സിൽ ഓരോ ടെസ്റ്റ് സെന്ററിലും അല്ലെങ്കിൽ ഓരോ കൺട്രിയിലും എക്സാമിന്റെ ഫീസിന് വ്യത്യാസമുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടായിരിക്കും ഞാനിപ്പോ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ഇപ്പൊ നമ്മൾ ഓസ്ട്രേലിയ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ നമുക്ക് 35 ടെസ്റ്റ് സെന്റേഴ്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് സിഡ്നി, മെൽബൺ, പെർത്ത്, ബ്രിസ്ബെയിൻ. അവിടെ എല്ലാം കൂടെ ആയിട്ട് നമുക്ക് 35 ടെസ്റ്റ് സെന്റേഴ്സ് ഓസ്ട്രേലിയയിൽ മാത്രമായിട്ടിട്ട്. ഓസ്ട്രേലിയയിൽ PT അക്കാഡമിക്ക് നിങ്ങൾക്ക് എക്സാം എഴുതണമെങ്കിൽ നിങ്ങളുടെ ഫീസ് വരുന്നത് $445 ഓസ്ട്രേലിയൻ ഡോളർ ആണ്. ഇനി നിങ്ങൾക്ക് PT കോർ ആണെങ്കിലും ഇതേ ഫീസ് ആയിരിക്കും, $445 ഓസ്ട്രേലിയൻ ഡോളർ. ഇനി PT അക്കാഡമിക് UKV ആണെങ്കിലും സെയിം പ്രൈസ് തന്നെയാണ്. എന്നാൽ PT ഹോം A1, ഹോം A2 ആൻഡ് PT ഹോം B1 ആണെങ്കിൽ $375 ഓസ്ട്രേലിയൻ ഡോളർ ആയിരിക്കും നിങ്ങളുടെ ഫീസ്. ഇതിൻ്റെ അകത്ത് 10% ടാക്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫീസാണ്. ഇനി കാനഡയിൽ വരുവാണെങ്കിൽ കാനഡയിൽ നമുക്ക് 25 സെന്റേഴ്സ് ഉണ്ട്. കാനഡയിൽ മൊത്തത്തിലായിട്ട് നമുക്ക് 25 സെന്റേഴ്സ് ഉണ്ട്. കാനഡയിൽ നമ്മളുടെ ഫീസ് വരുന്നത് PT അക്കാഡമിക്കിനാണെങ്കിൽ നമുക്ക് ഫീസ് വരുന്നത് $340 കനേഡിയൻ ഡോളർ ആണ്. അത് PT അക്കാഡമിക് ആണെങ്കിലും PT കോർ ആണെങ്കിലും PT അക്കാഡമിക് UKVI ആണെങ്കിലും അതേ ഫീസാണ്. PT ഹോമിന് വരുമ്പോഴാണ് എല്ലായിടത്തും എക്സാമിന് ഫീസിന് മാറ്റമുള്ളത്. PT ഹോമിന്റെ ഫീസ് വരുന്നത് $285 കനേഡിയൻ ഡോളർ ആണ്. പിന്നെ നമുക്ക് ഇന്ത്യ നോക്കാം. ഇന്ത്യയിൽ നമുക്ക് 62 സെന്റേഴ്സ് ഉണ്ട് അക്രോസ് ഇന്ത്യ, ഇൻക്ലൂഡിങ് മുംബൈ, ഡൽഹി, ബാംഗ്ലൂർ, കേരള എല്ലായിടത്തും കൂടെ നമുക്ക് 62 സെന്റേഴ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് 18% ടാക്സ് കൂടെ ഇൻക്ലൂഡഡ് ആണ്. അക്കാഡമിക് ആണെങ്കിലും PT അക്കാഡമിക് ആണെങ്കിലും PT കോർ ആണെങ്കിലും PT അക്കാഡമിക് UKV ആണെങ്കിലും ഫീസ് വരുന്നത് എക്സാം ഫീസ് വരുന്നത് 17,000 ആണ് എക്സാം ഫീസ്. PT ഹോം A1 ആണെങ്കിൽ 14,435. ഞാനിപ്പം ഈ ഒരു ഫീസിന്റെ കാര്യങ്ങളും സെന്റേഴ്സിന്റെ കാര്യങ്ങളും പറയാം. നമുക്ക് ഒരുപാട് കൺട്രീസിൽ നിന്നുള്ള സ്റ്റുഡൻസ് നമുക്ക് ഓൺലൈൻ കോച്ചിങ്ങിന് വരുന്നുണ്ട്. സോ അവരുടെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. യൂഷ്വലി വരുന്ന കൺട്രീസിൽ നിന്നുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഡിഫറെന്റ് കൺട്രീസിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ന്യൂസിലാൻഡിൽ നിങ്ങളുടെ എക്സാം ഫീസ് ആണെങ്കിൽ $445 ന്യൂസിലാൻഡ് ഡോളർ ആണ്. ന്യൂസിലാൻഡിൽ നമുക്ക് 5 ടെസ്റ്റ് സെന്റേഴ്സ് ആണ് ഉള്ളത്. അവിടെ 15% ടാക്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് $445 ന്യൂസിലാൻഡ് ഡോളർ വരുന്നത്. PT അക്കാഡമിക് ആണെങ്കിലും PT കോർ ആണെങ്കിലും PT അക്കാഡമിക് UKV ആണെങ്കിലും ഇതായിരിക്കും ഫീസ്. PT ഹോം A1, A2, B1 ഇതിനാണെങ്കിൽ $375 ന്യൂസിലാൻഡ് ഡോളർ ആണ് ഫീസ് വരുന്നത്. പിന്നെ എപ്പോഴും കോമൺ ആയിട്ടുള്ള എല്ലാ കൺട്രീസും ഒന്നും എടുക്കുന്നില്ല, കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കൺട്രീസിന്റെ നമുക്ക് എടുക്കാം. ഇനി UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ആണെങ്കിൽ UAEയുടെ ആണെങ്കിൽ പ്രൈസസ് ആർ ഇൻക്ലൂസീവ് ഓഫ് 5% ടാക്സ്. ദർ ആർ 4 ടെസ്റ്റ് സെന്റേഴ്സ് അക്രോസ് UAE. ഇപ്പൊ ദുബായ്, അബുദാബി എല്ലായിടത്തും ആയിട്ട് നമുക്ക് 4 ടെസ്റ്റ് സെന്റേഴ്സ് ആണ് ഉള്ളത്. നമുക്ക് ഫീസ് വരുന്നത് PT അക്കാഡമിക്ക്, PT കോർ ആൻഡ് PT അക്കാഡമിക് UKVക്ക് ഫീസ് വരുന്നത് 1,250 AED ആണ് വരുന്നത്. PT ഹോം A1, PT ഹോം A2 ആൻഡ് B1 ആണെങ്കിൽ 1,045 AED ആയിരിക്കും നമുക്ക് വരുന്നത് ഫീസ് വരുന്നത്. ഇനി നമുക്ക് വേറെ കൺട്രീന്റെ കൂടെ നോക്കിയേക്കാം. ഏത് കൺട്രിയുടെ വേണേലും നിങ്ങൾക്ക് പിയേഴ്സൺ സൈറ്റിൽ കയറി സെർച്ച് ചെയ്യാം എത്രയാണ് ഫീസ്, എവിടെയൊക്കെ സെന്റേഴ്സ് ഉണ്ട് എന്നുള്ളതെല്ലാം. ഇപ്പം ബഹ്റിനിലാണെങ്കിൽ നമുക്ക് 5% ടാക്സ് ഇൻക്ലൂഡഡ് ആണ്. $320 ആയിരിക്കും വരുന്നത് ഫീസ്. PT അക്കാഡമിക്കിനും PT കോറിനും PT UKVക്കും $320 ആണ്. PT ഹോമിനാണെങ്കിൽ $270 ആയിരിക്കും ഫീസ് വരുന്നത്. പിന്നെ
അടുത്തത് സ്ഥിരമായിട്ട് മലയാളികൾ കൂടുതലുള്ളതും PT കൂടുതൽ പഠിക്കുന്നതുമായിട്ടുള്ള കൺട്രീസ് നോക്കാം നമുക്ക്. ഈ അയർലൻഡിൽ നമുക്ക് ഫീസ് വരുന്നത് PT അക്കാഡമിക്കിനും PT കോറിനും PT അക്കാഡമിക് UKVക്കും UKVക്ക് ഫീസ് വേറെയാണ്. PT അക്കാഡമിക്കിനും PT കോറിനും 230 USD ആണ് വരുന്നത്. PT അക്കാഡമിക് UKVക്ക് 240 USD ആണ്. ഇനി PT ഹോം A1, ഹോം A2 ആൻഡ് ഹോം B1 204 USD ആണ്. അപ്പൊ ഓരോ കൺട്രീസിലും അവരുടെ ടാക്സിന്റെ പെർസെൻറ്റേജിന് വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതി. ചിലർക്ക് 17%, ചിലർക്ക് 5% ഒക്കെ ടാക്സിന് വ്യത്യാസമുണ്ട്. ഓരോ കൺട്രീസിലും ഉള്ള ഫീസിനും വ്യത്യാസമുണ്ട്. കുവൈറ്റിലാണെങ്കിൽ 290 USD ആണ് കുവൈറ്റിലെ ഫീസ് വരുന്നത്. അത് PT അക്കാഡമിക്കിനും PT അക്കാഡമിക് UKVക്കും അതാണ്. PT ഹോം A1, A2, A3ക്ക് 245 USD ആണ് കുവൈറ്റിൽ വരുന്നത്. പിന്നെ മാൾട്ടയിൽ ഫീസ് വരുന്നത് 255 USD ആണ്. PT അക്കാഡമിക്കിനും PT കോറിനും PT അക്കാഡമിക് UKVക്കും 255 USD ആണ് വരുന്നത്. PT ഹോം A1, A2, A3ക്ക് A1, A2, B1 215 USD ആണ് ഫീസ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പം ഞാൻ പറഞ്ഞ ഈ കൺട്രിയിലൊന്നുമല്ല നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പിയേഴ്സിന്റെ വെബ്സൈറ്റിൽ കയറി സെർച്ച് ചെയ്യാനുള്ളൂ. ഇനി പപ്പുവ ന്യൂ ഗിനിയ അവിടുത്തെ ഫീസ് വരുന്നത് നമ്മൾക്ക് PT എക്സാമിന്റെ ഫീസ് അക്കാഡമിക് ആണെങ്കിലും കോർ ആണെങ്കിലും UKVI ആണെങ്കിലും ഫീസ് വരുന്നത് 220 USD ആണ്. PT ഹോം A1, PT ഹോം A2 ആൻഡ് PT ഹോം B1 185 USD ആയിരിക്കും ഫീസ് വരുന്നത്. പിന്നെ പോളണ്ടിൽ നമുക്ക് ഫീസ് വരുന്നത് PT അക്കാഡമിക്കിന് കോറിനും PT അക്കാഡമിക് UKVIക്കും 215 USD ആണ്. PT ഹോമിന് വരുന്നത് 180 USD ആണ് ഫീസ് വരുന്നത്. പിന്നെ ഖത്തറിലെ ഫീസ് വരുന്നത് 330 USD. PT അക്കാഡമിക്, PT കോർ, PT അക്കാഡമിക് UKVI ഫീസ് വരുന്നത് 330 USD ആണ്. PT ഹോം A1, A2, B1 280 USD ആണ്. പിന്നെ സൗദി അറേബ്യയിൽ ഫീസ് വരുന്നത് 350 USD ആണ്. അതിൻ്റെ അകത്ത് പ്രൈസ് ഇൻക്ലൂഡ് 15% ടാക്സ്. 7 സെന്റേഴ്സ് ആണ് സൗദി അറേബ്യയിലുള്ളത്. PT അക്കാഡമിക്കും PT കോറിനും PT അക്കാഡമിക് UKVIക്കും 350 USD ഡോളറാണ് വരുന്നത്. PT ഹോമിന് വരുന്നത് 295 USD ഡോളറാണ് വരുന്നത്. പിന്നെ തായ്ലാൻഡിൽ നിങ്ങൾ എക്സാം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന്റെ ഫീസ് വരുന്നത് 205 USD ആണ്. PT കോറിനും PT അക്കാഡമിക്കിനും. PT അക്കാഡമിക് UKVI ആണെങ്കിൽ 210 USD ആണ്. PT ഹോം A1, A2, B1 ആണെങ്കിൽ 175 USD ആയിരിക്കും നിങ്ങൾക്ക് ഫീസ് വരുന്നത്. ഒരുപാട്. ഓക്കെ, പിന്നെ യുകെയിൽ വരുന്നത് UK ആൻഡ് അയർലൻഡ് ആണ്. അതിൽ 200 ആണ്. 200 PT അക്കാഡമിക് ഓൺലൈൻ PT കോർ, PT അക്കാഡമിക് UKV ഒക്കെ 200 ആണ്. PT ഹോമിന് വരുന്നത് 160. US വരുന്നത് US ഡോളറിൽ വരുമ്പോഴത്തേക്കും PT കോർ, PT അക്കാഡമിക് UKV, PT അക്കാഡമിക് 245 USD ആണ് വരുന്നത്. PT ഹോമിനാണെങ്കിൽ 205 USD ആണ് വരുന്നത്. ഇത്രയും ആണ്. ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ ഈ കൺട്രീസിൽ നിന്നൊക്കെയാണ് നമുക്ക് PT ഓൺലൈൻ ക്ലാസ് പഠിക്കാനായിട്ട് വരുന്നത്. അപ്പൊ 117 കൺട്രീസിൽ നമുക്ക് 400+ ടെസ്റ്റ് സെന്റേഴ്സ് ഉണ്ട്. എല്ലാ ദിവസവും നമുക്ക് എക്സാം നടക്കുന്നുണ്ട്.
എല്ലാ ദിവസവും ഓരോ സെന്ററിലും 4ഉം 5ഉം 6ഉം ടൈമുകളുണ്ട്, സ്ലോട്ടുകൾ അവൈലബിൾ ആണ് എക്സാം എഴുതാനായിട്ട്. ഇനി ഞാൻ പറഞ്ഞ കൺട്രീസിൽ ഒന്നുമല്ല നിങ്ങൾ ഉള്ളതെങ്കിൽ ജസ്റ്റ് പിയേഴ്സിന്റെ സൈറ്റിൽ കയറുക, അതിൻ്റെ അകത്ത് ടെസ്റ്റ് സെന്റേഴ്സ് ആൻഡ് ഫീസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് നിങ്ങളുടെ കൺട്രി സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീസ് കാര്യങ്ങൾ എല്ലാം അറിയാൻ പറ്റും. നമുക്ക് കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ നമുക്ക് ടെസ്റ്റ് സെന്റേഴ്സ് ഉള്ളത് എറണാകുളത്താണ്. എറണാകുളത്ത് നമുക്ക് 2 ടെസ്റ്റ് സെന്റേഴ്സ് ഉണ്ട്. പിന്നെ അത് പി ടി അക്കാഡമിക്കിനാണ്. ഇനി പി ടി കോർ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, കേരളത്തിൽ നിന്ന് ഐ മീൻ ഇന്ത്യയിൽ നിന്നാണ് നിങ്ങൾ പി ടി കോർ എക്സാം എഴുതുന്നതെങ്കിൽ നമുക്ക് കേരളത്തിൽ അതിന് സെന്റർ ഇല്ല. അത് നമ്മൾ ബാംഗ്ലൂരിലും ചെന്നൈയിലും മാത്രമേ നമുക്ക് സെന്റർ ഉള്ളൂ. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ താങ്ക് യു.